പ്ലേറ്റ് എടുത്ത് മറ പിടിക്കുന്നത് പോലെ കാണിച്ചു. എടാ, നീ ഇതെന്ത് മണ്ടത്തര കാണിക്കുന്നേ? ദീപു മഹിയുടെ തോളത്തിട്ട് ഒരു വീക്ക് വെച്ചു കൊടുത്തു. പക്ഷേ മഹി ഭയന്നതുപോലെ ഗിരി അവരുടെ അടുത്തേക്കൊന്നും ചെന്നില്ല. ദീപുവിനെയും മഹിയെയും കണ്ടതുപോലുമില്ല. ഗിരി പുറകിലുള്ള ചെയറിൽ പോയിരുന്നു. മുണ്ടിൻ്റെ അരയിലെ കുത്തിൽ പൊതിഞ്ഞു വെച്ച ഫോൺ എടുത്ത് ഞെക്കി. ഓ ഭാഗ്യം, നമ്മുടെ അടുത്തേക്കല്ല, ഞാൻ കരുതിയ എല്ലാം പൊളിഞ്ഞെന്ന്. ദീപുവേട്ടാ, നിങ്ങളുടെ പ്രേമവും പിന്നെ എൻ്റെ ഈ ബിരിയാണി. അപ്പോഴും അവന് ബിരിയാണിയാണ് മുഖ്യം. ദീപു ചെറുതായൊന്ന് ഇടഞ്ഞു പറഞ്ഞു. ദീപുവിടെ സ്നേഹത്തോടെ വാങ്ങിത്തന്ന മുതലല്ലേ, എങ്ങനെ വേണ്ടാതാകും? ആ, നീ സോപ്പ് തീർന്നുണ്ട. മഹി വളിച്ച ചിരിയോടെ വായിലേക്ക് റൈസ് കുത്തിക്കയറ്റി. അതോടൊപ്പം പിറകിലിരിക്കുന്ന ഗിരിയെ ശ്രദ്ധിച്ചു. ഇങ്ങോട്ട് ആരെയോ വിളിക്കുന്നുണ്ടല്ലോ, പുള്ളി ആരെയോ കാത്തിരിക്കാം, ഉറപ്പാ. മഹി പറഞ്ഞു. ആ, നീ കഴിക്ക്, അമ്മ 2 മിസ് കോൾ അടിച്ചു. ദിവ്യോട്ടാ എടുക്ക്. ഇനി അത് മതി ഇന്നത്തെ വഴക്കിന് കാരണം. ദിവ്യോട്ടിൻ്റെ അമ്മയ്ക്ക് ഇത്തിരി എന്തെങ്കിലും കിട്ടിയാൽ മതി, നേരം വെളുക്കോളം പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എടുക്കാടാ, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉടനെ അങ്ങോട്ട് വിളിച്ചേക്കാം. ദീപു ചെവി ചെറിഞ്ഞുകൊണ്ട് റോഡിലേക്ക് നോക്കിയപ്പോൾ അങ്ങോട്ടേക്ക് കയറി വരുന്ന പ്രവിയെ പെട്ടെന്ന് കണ്ടു. ഇതവനല്ലേ? ദീപു ഓർത്തുകൊണ്ട് പറഞ്ഞു. ആര്? മഹി തിരിഞ്ഞു നോക്കി. ആരാ ദിവ്യോട്ടത്? നിങ്ങൾ അറിയോ അവനെ? അറിയുമെന്ന് ചോദിച്ചാൽ അങ്ങനെ അറിയൂല, പക്ഷെ ഞാനിന്ന് അവനെ കണ്ട് അരുണിമയെ കാണാൻ പോയപ്പോൾ. പ്രവി നടന്നു പോകുന്നത് അധികം മുഖം കൊടുക്കാതെ കൈമറവെച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ദീപു ഗിരിയുടെ അരിയിലേക്കാണോ പ്രവി പോകുന്നത് നോക്കി. പ്രവി ചെന്ന് ഗിരിയുടെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അരികിലെ സീറ്റിലിരുന്നു. ആരാ ദീപുട്ടാ? ഇന്ന് അവൻ അരുണിമയെ കാണാൻ വൃന്ദാവനത്തിൽ ചെന്നിരുന്നു. ഇറങ്ങിപ്പോരുന്ന വഴിയാണ് ഞാൻ അവനെ കണ്ടത്. അപ്പോഴേ മുഖം എൻ്റെ മനസ്സിൽ നന്നായി പതിഞ്ഞു. ദീപുട്ട, കാര്യം എന്താണെന്ന് പറയും. നീ അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച്. അവൾക്ക് അവളുടെ ഏട്ടൻ കണ്ടെത്തിയ ചെറുക്കനാ ഇപ്പോൾ പോയ പ്രവി, അതും മഹാ എംബോഗി. പെങ്ങൾക്ക് വേണ്ടി ഏട്ടൻ കണ്ടുപിടിച്ച മുതൽ, ഏട്ടനേക്കാളും തലതെറിച്ചവൻ. എന്നിട്ട് ഒന്നുമില്ല, അരുണിമ എന്നോട് ഇവൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇവൻ്റെ കാര്യം ഒരു ശല്യം പോലെയാണ് അവൾ പറഞ്ഞത്. ആണോ? മിണ്ടാതിരി, അവരെന്താ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. പുള്ളിക്കാരുടെ പ്ലാൻ എന്താണെന്ന് അറിയണമല്ലോ. ദീപു മഹി മിണ്ടാതിരുന്നു. പുറകിലിരുന്നിരുന്ന പ്രവി ഗിരിക്ക് കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയായിരുന്നു. ഗിരിയേട്ടന് എന്താ വേണ്ടെന്ന് പറഞ്ഞോ? എനിക്കൊരു ചായ മതിയുടെ പ്രവി. ചായ കുടിക്കാനുള്ള ടൈമാണോ ഇത് ഗിരിയേട്ടാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ അങ്ങോട്ട് മടിക്കാണ്ട് പറയുന്നേ. എടാ പൊന്നു പ്രവി, എന്നാ പൊറോട്ട വിത്ത് ബീഫും ആയിക്കോട്ടെ. ഹോ, എന്തൊരു സ്നേഹമാണെന്ന് നോക്ക് ദിവ്യോട്ട അവന് ഗിരിയേട്ടനോട്. ഇന്ന് മൊത്തം സോപ്പാണെന്നേ. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. വല്ല അടിപിടി കേസും ആകുമായി. ഇവൻ്റെ പണി അത് തന്നെയാണല്ലോ. പക്ഷെ ഇവൻ നമ്മുടെ നാട്ടുകാരനല്ല. ആ, അതവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, മഹി പറഞ്ഞു. ഗിരിയേട്ടനുള്ള പൊറോട്ടയും ബീഫും തനിക്ക് ചപ്പാത്തിയും ചിക്കനും ഓർഡർ ചെയ്തിട്ട് മഹി വന്ന് ഗിരിയോട് പറഞ്ഞു. അരുണിമ എന്ത് പറയുന്നു? ഞാൻ അതൊക്കെ അപ്പം തന്നെ വിട്ട് ഗിരിയേട്ടാ. അവളെന്ത് പറഞ്ഞാലും ഞാനത് കാര്യമാക്കാൻ പോണില്ല. അവളെൻ്റെ പെണ്ണാകാൻ പോകണ്ടല്ലേ, പ്രവി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗിരിയുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു. അത്ര നേരം വരെ ഗിരി നല്ല കലിപ്പിലായിരുന്നു. എൻ്റെ ദീപുവേട്ട, ഇവൻ എന്തും വാങ്ങാത്തൊലിയാണ് പറയുന്നേ. അരുണിമച്ചിയുടെ കല്യാണം ഇവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ നടത്താൻ പോണത്? ഇത് വല്ലാത്ത പൊല്ലാപ്പാണെന്നാണ് തോന്നുന്നേ. ദീപുവേട്ടൻ സൂക്ഷിച്ചോ. എൻ്റെ പ്രവി, എനിക്ക് നീ അവളെ നിന്നെ മൈൻഡ് ചെയ്തില്ലെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ തൊട്ട് ദേഷ്യം അങ്ങോട്ട് കയറി വന്നിട്ട് ഒന്നും പറയാൻ വയ്യ. അങ്ങോട്ട് ആ വൃന്ദാവനത്തിൽ പോയൊക്കെ അവൾക്കിട്ട് 4 എണ്ണം പൊട്ടിച്ചാലോ വിചാരിച്ചാ. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് കാത്തുനിന്ന് കയറിയപ്പോൾ തന്നെ 2 എണ്ണം കൊടുക്കുകയും ചെയ്തു പൊന്നാര മോൾക്ക്. ഗിരി പറഞ്ഞത് കേട്ടപ്പോൾ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം പെട്ടെന്ന് ദീപുവിൻ്റെ ശിരസിൽ തട്ടി. ദീപു മഹിയെ നോക്കി ചുമച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു. എടാ പാവം, ഇന്നും ആ പെണ്ണിനെ അവൻ തല്ലി. അയ്യോ, അത് വേണ്ടിയിരുന്നില്ല ഗിരിയേട്ടാ, പ്രവി അഭിനയം നടിച്ചുകൊണ്ട് പറഞ്ഞു. കള്ളപ്പന്നി, അവൻ്റെ അഭിനയം കണ്ടോ ദീപുവേട്ടാ? ഒന്നുറപ്പാ, ഇവൻ ദീപുവേട്ടനൊരു ഭീഷണിയാകും. കള്ളും കഞ്ചാവും ഇഷ്ടം പോലെ തിന്നാനും കൊടുത്ത് ഇവൻ ഗിരിയേട്ടനെ മയക്ക. അങ്ങോരാണെങ്കിൽ ഈ 3 കാര്യത്തിലും നല്ല താല്പര്യമുള്ളതുകൊണ്ട് വീണും പോയി. പാവം, അതതിനെയൊക്കെ ഇവനെങ്ങനെ തല്ലാൻ തോന്നുമെന്ന് ദീപു അരുണിമയോർത്ത് പറഞ്ഞു. ദീപുവേട്ടൻ മനസ്സൊന്ന് വെച്ചൊന്ന് അരുണിമയെ രക്ഷിക്കേ. SI ഒക്കെ പരിചയമുള്ളതല്ലേ. ഗിരിയേട്ടനായുള്ള കലഹം ചിലപ്പോൾ ഒഴിവായി കിട്ടിയാലോ. അരുണിമയ്ക്ക് ഒരു ജീവിതമായി. മഹി ദീപുവിൻ്റെ അടുത്തേക്ക് മുഖം ചേർത്ത് സ്വകാര്യത്തിൽ പറഞ്ഞു. ഇന്ന് ഇഷ്ടം പറഞ്ഞു വന്നോളൂ. ഇത്തിരി നാളൊന്നും സ്വസ്ഥമായി ഞങ്ങൾ സ്നേഹിക്കട്ടാ മഹി. അതിനിടയിൽ കല്യാണമൊക്കെ വേണോ? പ്രേമിച്ച് ഫ്രീ ആയി നടക്കാൻ 18, 19 ഒന്നുമല്ലല്ലോ പ്രായം. ഇതേ നല്ല അസർ കല്യാണ പ്രായം. പിന്നെ അരുണിമയ്ക്കും അതെ. ഇനിയും നീട്ടിക്കൊണ്ട് പോയാൽ നിങ്ങൾ മൂക്കി പല്ല് മുളച്ചിട്ടാവും കേട്ടെന്ന് മഹി ചിരിയോടെ പറഞ്ഞു. ഡാ പതുക്കെ പറയടാ. ദീപു വീണ്ടും ഗിരിയുടെയും പ്രവിയുടെയും സംഭാഷണം ശ്രദ്ധിച്ചു. പ്രവി, നീ പേടിക്കണ്ട. അവളെ കൊണ്ട് സമ്മതിക്കുന്ന കാര്യം ഞാൻ ഏറ്റ്. അവൾ എൻ്റെ പെങ്ങളല്ലേ.
ഞാൻ പറയുന്നേ കേൾക്കുള്ളൂ. അതുകൊണ്ട് പ്രവി നീ പേടിക്കണ്ട. പ്രവി ചുണ്ടു ചൊറിഞ്ഞ് മലർത്തിയൊരു ചിരിയോടെ ബീഫ് കറി മുഴുവനും കോരയിട്ട് കൊടുത്തു. അല്ല, അരുണിമ ബീഫ് കൂട്ടോ? ഇല്ല. ചിക്കനോ? ഒവ്വേ കൂട്ടും. എന്തിനാ പ്രവി, വാങ്ങി തന്നേക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? അത് പിന്നെ പ്രവി തല ചൊറിഞ്ഞു. നീ വാങ്ങി തന്നോടാ അവൾക്കൊരു പാഴ്സൽ, ഗിരി ആപ്പിളിയോടെ പറഞ്ഞു. രണ്ടിൻ്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. നിന്റെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ വാടാ, എനിക്ക് പോകാം. അതേ കഴിഞ്ഞ് ബാക്കിയുള്ളത് കൂടി വേഗം വാരി വാലിട്ട് വെള്ളവും കുടിച്ച് ദീപുവിന് പുറകെ മഹി ഗിരിയുടെ കണ്ണു മേടിച്ചോടെ. ബില്ല് പേ ചെയ്ത് ദീപ് പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ടായി കൊണ്ട് നിൽക്കവേ മഹി ഓടി വന്ന് പിറകിലേക്ക് കയറി. നിൽക്ക് ദീപേട്ടാ, ഞാൻ വരുന്നു, എന്നെയും കൊണ്ടുപോ. ഇതെന്താ ഇങ്ങനെ പോകുന്നോളഞ്ഞ്? അല്ലടാ, ആകെ എന്തോ പെട്ടെന്ന് ദേഷ്യം വന്നു അവന്മാരുടെ വർത്താനം കേട്ടപ്പോൾ. അതെനിക്കും വന്ന്. അത് പോട്ടെ, അരുണിമേച്ചിയെ വന്നിട്ട് വിളിക്കേ, എന്നിട്ട് കുറച്ചു നേരം സംസാരിക്കേ, വീട്ടിൽ എന്താ ഉണ്ടായെന്ന് ചോദിക്കേ. അത് വേണോടാ. അത് വേണോന്ന്? അതെന്താ? എൻ്റെ മൈൻഡ് ഇപ്പോൾ ശരിയല്ല. ഇപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ലെന്നൊരു തോന്നൽ. എന്നെ വീട്ടിലിറക്കിയിട്ട് വേഗം വിളിക്കേ. ഗിരിയേട്ടൻ്റെ ഇപ്പോൾ ഹോട്ടലല്ലേ, എത്തും മുമ്പ് വേഗം വിളിച്ച് വയ്ക്കി ദീപുട്ടാ, കൂടുതലൊന്നും ചിന്തിക്കണ്ട. മഹി ബൈക്കിന് പിറകിൽ കയറി ദീപുവിനെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. ദീപുവിൻ്റെ വീടിന് മുന്നിലുള്ള റോഡിൽ ഇറക്കി വിട്ടിട്ട് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ദീപു അരുണിമയെ വിളിച്ചു. അരുണിമ അന്നേരം പാത്രം കഴുകുകയായിരുന്നു. ഫോണിൽ ചെന്ന് നോക്കിയപ്പോൾ നമ്പർ കണ്ടതും അവൾക്ക് പെട്ടെന്ന് അതിശയം തോന്നി. മഹിയുടെ കയ്യിൽ നിന്നും ദീപുവിൻ്റെ നമ്പർ വാങ്ങി അരുണിമ സേവ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ദീപു എന്ന് വിളിക്കുമെന്ന് അരുണിമ കരുതിയതേയില്ല. അവൾ കൈകൾ ചുരിദാറിൻ്റെ ടോപ്പിൽ തുടച്ചുകൊണ്ട് ജനാല വഴി ഗിരി വരുന്നുണ്ടോ എന്ന് നോക്കി ഫോൺ എടുത്തു.